നിങ്ങൾക്ക് എന്റെ രൂപം കണ്ടാൽ മനസ്സിലായിക്കോളൂ. എന്ന് അതും കൂടി കാണിക്കേ. ഇത്രയും കണ്ടിട്ട് തന്നെ എന്റെ കിളി പോയി. അതും കൂടി ഇന്ന് കാണിക്കേ. ലില്ലി, മുത്തശ്ശിക്ക് എങ്ങനെ ഇവളെ അറിയാം? ഇപ്പൊ ആരാ സംസാരിക്കുന്നേ? മാളൂട്ടി അതോ പ്രേതവാ? മുത്തശ്ശി എങ്ങനെ മുത്തശ്ശിക്ക് ഇവളെ അറിയാം? മാളൂട്ടി, നിനക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല. ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്താ സംഭവിച്ചതെന്ന്. എന്താ പറയരുത്. നിങ്ങൾക്ക് എന്താ ഭയം ഉണ്ടോ? എന്താണ് പറയരുത്. അത് മാളൂട്ടി അറിയരുത്. അറിയണല്ലോ. അവളുടെ ദേഹത്ത് ഇത്രയും കാലം ഞാൻ എന്തിനാ കയറിയെന്ന് അവളറിയണ്ടേ? ഞാൻ ആരാണെന്ന് അവളറിയണ്ടേ? അവളോട് ഞാൻ പകുതി കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി പകുതി കൂടി പറയണം. അരുത്, എനിക്കറിയണം നീ എന്തിനാ സഹായിച്ചത്. പിന്നെ മുത്തശ്ശിയോട് എന്താണ് നിനക്ക് ഇത്ര ദേഷ്യം? മാളൂട്ടി, ഞാൻ നിന്റെ ആരാന്ന് ഞാൻ നിന്നോട് പറയാം. മുത്തശ്ശിയുമായുള്ള എന്റെ ബന്ധം എന്താണെന്ന് ഞാൻ പറയാം. നീ പറ. ഞാൻ പറയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. നീ മാളൂട്ടിയോട് അത് പറയരുത്. അവൾ അറിഞ്ഞാൽ എന്താ? നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയല്ലേ. അവൾ അറിഞ്ഞാ അവൾ അവളുടെ അച്ഛനോട് പറയും. അവൾ അച്ഛൻ അറിഞ്ഞാ എന്നെ വെറുക്കും അവളുടെ അച്ഛൻ. വെറുക്കട്ടെ, എന്താന്ന് വെച്ചാൽ ആവട്ടെ. നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്ന? ഞാനൊന്നും ചെയ്യത്തൊന്നുമില്ലേ. മാളൂട്ടി, ഞാൻ പറയാം. എന്റെ അമ്മയ്ക്ക് എഴുന്നേക്കാനോ സംസാരിക്കാനോ ഒന്നിനും കഴിയില്ലായിരുന്നു. എന്റെ അച്ഛന്റെ മരണത്തിന്റെ ഷോക്കില് സംഭവിച്ചതാ. അമ്മക്ക് ഇങ്ങനെ ആയതിന്റെ ശേഷം അമ്മ ജോലിക്ക് പോയിന്ന് വീട്ടില് പിന്നെ ഞാനാ പോയത്. നന്നായിട്ടൊക്കെ തിരുമ്പ് കൊച്ചേ. ചെയ്യുന്നുണ്ട് മാഡം. നന്നായിട്ടൊക്കെ തിരുമ്പ്. എന്നാ നീ ചെയ്യുന്നേ? നീ മാലിനിയുടെ മോൾ തന്നെയാണോ? അവള് നിന്നെക്കാൾ നല്ല വൃത്തിക്കതൊക്കെ ചെയ്തു നിന്നെ. നിന്റെ അച്ഛന്റെ മരണശേഷം പിന്നെ അവളല്ലല്ലോ, നീയാണല്ലോ ഇവിടെ. സോറി, ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തുതരാം. നന്നായിട്ട് ചെയ്യാനാ പറഞ്ഞ. നന്നായിട്ട് തിരുമ്പ് കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇത് പിന്നെ മുത്തശ്ശിയോ? ആരുടെ മുത്തശ്ശി? മാഡം അങ്ങനെ വിളിച്ചോണോ? ഓക്കെ മാഡം, ഞാൻ നല്ലതായി തിരുമ്പി തരാം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നന്നായിട്ട് തിരുമ്പാനും അറിയണം. അയ്യോ, പറയുന്നു. ബാക്കി എടുക്കൊരു പണി. എനിക്ക് എന്റെ കയ്യും കാലൊക്കെ വേദനിക്കുന്നു. നിങ്ങൾ എന്തോന്ന് ചവിട്ടിയത്? അയ്യോ മോളെ, എഴുന്നേക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ മോളെ എങ്ങനെ വീണേ? അത് എങ്ങനെ മോളെ വീണത്? അത് ഞാനങ്ങ് ചവിട്ടി. അമ്മേ, എന്തിനാ അമ്മ ചവിട്ടുന്നേ? കൊച്ചു കുഞ്ഞല്ലേ അവള്. അവക്കെ ജോലി നേരെ വണ്ണം എടുക്കാൻ വയ്യ. എന്നാ നീ എടുക്കടി. തമ്പുരാട്ടി എന്നെ എന്താ ചെയ്യാൻ പോകുന്ന എനിക്കൊന്ന് കാണണല്ലോ. ഞാൻ ഇനി അവളെ ചവിട്ടു. നീ എന്ത് ചെയ്യും? അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യത്തിന് അർത്ഥമുണ്ട്. എന്തിനാ ഈ കൊച്ചിനോട്? അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ സമ്മതിച്ചു. ഈ കൊച്ചിനെ ജോലി ചെയ്ത് അതിന് വീട്ടിൽ പോയിക്കോട്ടെ. എന്തിനാ അതിനെ ഉപദ്രവിക്കുന്നേ? ആന്റി വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങളെ വഴക്കടിക്കണ്ട. എന്നെ മിണ്ടാതിരിക്കേ. കൊച്ചാ, നിനക്ക് ശമ്പളം തരുന്ന ഞാനാ. വന്ന് കാര്യം തിരുമടി. അവക്കെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ അറിയോ? നിനക്ക് കാശ് തരാനൊന്നും അറിയില്ല. ഓളെന്തിനാ വിഷമിക്കുന്നേ? ആന്റിക്ക് കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ UK ജോലി കിട്ടും. അപ്പൊ മോക്ക് ആന്റി തരണ്ട പൈസ ഒക്കെ. മോൾ ഒരിക്കലും ഇനി ഇതുപോലെ വീട്ടിലേക്ക് ജോലി പോവരുത് കേട്ടോ. ആന്റി തരണ്ട എല്ലാ മാസത്തേക്കുള്ള പൈസ ആന്റി തരണ്ട കേട്ടോ. തൽക്കാലം ഇപ്പൊ ആന്റിയുടെ കയ്യിൽ തരണമൊന്നുമില്ല. നീ പിന്നെ UK വലിയ മഹാറാണിയാവാൻ പോവല്ലേ? അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? ഞാൻ അവളോടല്ലേ സംസാരിക്കുന്നേ. ഞാനടി എന്നോട് മിണ്ടാതിരിക്കാൻ പറയാനായിട്ട്? എന്റെ മകനെ വളച്ചെടുത്ത് നീ ഇവിടെ കയറി കൂടിയതല്ലേടി. എന്റെ സമ്മതമില്ലാതെ എന്റെ മകനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പഠിക്കുന്നോ? നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പോയി അടുക്കളയിൽ ജോലി നോക്കടി. ലില്ലി കൊച്ചേ, കാല് തിരുമ്മിട്ടാ. അതെ മാളൂട്ടി, ഞാൻ വീട്ടില് ജോലിക്ക് വന്നതായിരുന്നു. എന്റെ അമ്മ മാലിനി ഇവരുടെ ഉറ്റ സുഹൃത്തായിരുന്നു. എന്റെ അമ്മയും ഇവരും കൂടെ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. ആ ബിസിനസ്സിൽ എന്റെ അമ്മ ഇവർ ചതിച്ചു. അതിനുശേഷം എന്റെ അപ്പൻ സൂയിസൈഡ് ചെയ്തു. അതിനുശേഷം എന്റെ അമ്മ മിണ്ടിയിട്ടില്ല. അപ്പം സൂയിസൈഡ് ചെയ്തതിന് മുമ്പ് അമ്മ ഇവരുടെ വീട്ടിൽ തന്നെ ജോലിക്ക് പോയിരുന്നു. പിന്നെ എനിക്ക് എന്റെ അമ്മയെ നോക്കാൻ ജോലിക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ തന്നെ ജോലിക്ക് വന്നു. ഇവർ ഞങ്ങൾക്ക് മാസം തിന്നാനുള്ളതൊക്കെ മേടിച്ചു തരുമായിരുന്നു. പക്ഷേ നിന്റെ അമ്മ എങ്ങനെ മരിച്ചത്? അത് ഞാൻ പറയാൻ മാളൂട്ടി. അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു സത്യം പറയാനുണ്ട്. എന്താ അത്? പറ. ഇത്രയും പറഞ്ഞതില് എനിക്ക് മുത്തശ്ശിയോട് നിനക്ക് ഇത്രയും പ്രതികാരം ഉണ്ടാവാൻ എന്താ കാരണം മനസ്സിലായില്ല. ബിസിനസ്സിൽ പറ്റിച്ചതാണോ? അല്ല, അതൊന്നും അല്ല കാരണം. എന്റെ കഥയുടെ തുടക്കം മാത്രം കേട്ടു, അവസാനം കേട്ടിട്ടില്ല മാളൂട്ടി. എന്നാ നീ പറ, എന്താ പിന്നെ സംഭവിച്ചത്? പിന്നെ എന്താ സംഭവിച്ചത് നിന്നോട് പറ. ഞാൻ പറയാം മാളൂട്ടി. അതിനു മുമ്പ് 12 മണി ആവാറായി. എനിക്ക് പോവേണ്ട സമയമായി. നാളെ ഞായറാണ്. നമ്മുടെ കോൺട്രാക്ട് പ്രകാരം എനിക്ക് പോവാൻ നേരമായി. ലില്ലി, മുത്തശ്ശി. എന്റെ മോളെ, ആ പ്രേതം പറയുന്നത് നീ വിശ്വസിക്കരുത്. അവളെല്ലാം നുണ പറയുന്നതാ. പക്ഷേ മുത്തശ്ശി, അവൾ പറയുന്നത് കേട്ടിട്ട് എല്ലാം സത്യമായി തോന്നുന്നു എനിക്ക്.
അവൾ എന്തൊക്കെയാ പറഞ്ഞത്? ബിസിനസ് ചതിച്ചു വന്നോ? ഞാനോ? എന്റെ പൊന്നു മോളെ, മുത്തശ്ശി ആരെയും ബിസിനസ് ചതിച്ചിട്ടില്ല. ശരിക്കും ആ പ്രേതം എന്റെ ശത്രുവിന്റെ മകളാ. എന്താ മുത്തശ്ശി ശത്രുവിന്റെ മകളോ? അപ്പൊ അവൾ പറഞ്ഞ കഥയോ? മോളെ, അതെല്ലാം നുണക്കഥയാണ്, തീർത്തും നുണക്കഥയാണ്. സത്യം മുത്തശ്ശി പറഞ്ഞു തരാം. അവളുടെ അമ്മയും ഞാൻ തമ്മിൽ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, സത്യം തന്നെ. പക്ഷേ ചതിച്ചത് ഞാനല്ല, അവളാ. അവൾ എന്നെ ചതിച്ചു. എന്തായാലും മാളൂട്ടി എല്ലാം വിശ്വസിക്കും തോന്നുന്നു. പറഞ്ഞു വെക്കാം. അവൾ എന്നെ ചതിച്ചത് ഞാൻ പോലീസിൽ കേസ് കൊടുത്തു. എനിക്ക് എന്റെതെല്ലാം തിരിച്ചു കിട്ടി. അതിന്റെ പ്രതികാരമാണ് അവളുടെ മോക്ക് എന്നോട്. അതെ, അവൾ നമ്മുടെ കുടുംബം തകർക്കാൻ വന്നത്. അതെ, അങ്ങനെയാണ്. അവൾ നമ്മുടെ കുടുംബത്തെ മുഴുവനായി തകർത്തിട്ട് അവൾക്ക് ഇവിടുന്ന് പോണം. അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അവക്ക് വട്ട. അവൾ നിന്റെ ശരീരത്തിൽ കയറിയത് എന്നോട് പ്രതികാരം തീർക്കാനാ. പിന്നെ നിന്റെ സിമ്പതി പിടിച്ചു പറ്റിയിട്ടുണ്ടല്ലോ. നമ്മുടെ കുടുംബം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നത്. മുത്തശ്ശി തകർക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നത്. ഇനി അവൾ നാളെ മുഴുവൻ നിന്റെ ദേഹത്തുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും നീക്കം ചെയ്യാം. പക്ഷേ മുത്തശ്ശി, ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ എപ്പോഴും എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. അതെല്ലാം എനിക്ക് നിന്റെ അമ്മയോടുള്ള ദേഷ്യമായിരുന്നു. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല കുട്ടി. സ്ഥിരമായ സീരിയൽ കാണുന്ന എന്റെ അടുത്താണ് ഡയലോഗിന് കുറവ്. ഈ പൊട്ടി മാളൂട്ടി എല്ലാം വിശ്വസിക്കുന്നുണ്ട്. അതെ, പക്ഷെ എനിക്ക് നിന്നോട് അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം നിന്റെ അമ്മയെ ഞാൻ വെറുത്തു പോയി. അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ നിന്നോട് എനിക്കൊരു ദേഷ്യവുമില്ല എന്റെ പൊന്നു മോളെ. അതെ മോളെ, എനിക്ക് നിന്നെ എല്ലാവരെക്കാളും ഇഷ്ടമാണ്. പക്ഷേ എന്റെ സമ്മതമില്ലാതെ നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ കല്യാണം കഴിച്ചത് എന്നെ വളരെ വിഷമിപ്പിച്ചു. ആ ദേഷ്യമായിരുന്നു എനിക്ക് നിന്നോട്. ഇപ്പോൾ എനിക്ക് നിന്നോട് ആ ദേഷ്യമൊന്നുമില്ല. നീ ഇപ്പോൾ ഈ മുത്തശ്ശിയെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മോളോട് ഒരു ദേഷ്യവും ഇല്ല. മനസ്സിലായോ മോളെ? അതെപ്പോ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞതാ മുത്തശ്ശി. അപ്പൊ അത് ഇവർക്ക് അറിയുമായിരുന്നു. അത് മോളെ, അതെന്താന്ന് വെച്ചാൽ ഞാൻ അവളെ കൊല്ലണം വിചാരിച്ച് ചെയ്തൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മുക്കണം വിചാരിച്ചോളൂ. അവൾക്കൊന്നും പറ്റിയിട്ടുമില്ലല്ലോ. ആളെല്ലാത്തിടത്ത് തന്നെ ഉണ്ടിട്ട് നമുക്ക് മനസ്സിലായില്ല അതൊന്നും. നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പൊ മുത്തശ്ശി കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല അല്ലേ? പിന്നെ എന്തിനാ മുത്തശ്ശി എന്നെ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുത്തിയത്? ഈ പെണ്ണിനെ കൊണ്ട് മോളെ, എനിക്ക് നിന്നെ കഷ്ടപ്പെടുത്തിയേ തീരൂ. കാരണം എന്റെ മകനാണ് എല്ലാത്തിനും കാരണം. ഈ മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടോ. ഇനി മുതലേ മോളെ മുത്തശ്ശി സ്നേഹിക്കാൻ തുടങ്ങും. മനസ്സിലായോ മോളെ? മനസ്സിലായോ മുത്തശ്ശി? അപ്പൊ മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യമില്ലായിരുന്നല്ലേ? എന്റെ അമ്മയോടുള്ള ദേഷ്യമായിരുന്നു എന്നോട് കാണിച്ചിരുന്നത്. അതെ മോളെ, അത് തന്നെ. എനിക്ക് മുത്തശ്ശി ഒരുപാട് ഇഷ്ടമാണ്. ഇനി ആ പ്രേതത്തെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടുന്ന് ഓടിക്കാം. പക്ഷെ മുത്തശ്ശിയുടെ ടെറസിലൊക്കെ പൂട്ടിയിട്ടത് അതൊക്കെ ഞാൻ എങ്ങനെ മറക്കും? അതൊക്കെ മറന്നേക്ക് മോളെ. ഇനി മുതൽ മുത്തശ്ശി നല്ല മുത്തശ്ശിയായിരിക്കും മോൾക്ക്. ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്റെ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കേൾക്കാനായിട്ട്. ആണോ മോളെ? അതെ മുത്തശ്ശി, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. മുത്തശ്ശി എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നടന്നു. താങ്ക് യു മുത്തശ്ശി. ഐ ലവ് യു സോ മച്ച്. അതെ അതെ മോളെ, മുത്തശ്ശിക്ക് മോളുടെ ഒരുപാട് സ്നേഹമുണ്ട്. 2 മല 3 മല എത്രയോ സ്നേഹമുണ്ട് മോളെ. മോൾ അതിപ്പോഴാണ് മനസ്സിലാക്കുന്നേ. അയ്യോ, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മ ഇപ്പൊ എത്രയോട് സന്തോഷിച്ചേനെ. എന്റെ അമ്മയെ എനിക്ക് മിസ് ചെയ്യുന്നു മുത്തശ്ശി. നമുക്ക് എന്റെ അമ്മയെ കാണാൻ പോയാലോ? നിന്റെ അമ്മയൊക്കെ കാണാൻ പോകുന്നത് നിനക്ക് സഹായത്തിന് വന്നോ? ആ പുതിയ അവതാരത്തിന് ഇവിടുന്ന് ഓടിക്കാനുള്ള വഴി കണ്ടുപിടിക്കാനാടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നോട് എനിക്ക് ഇങ്ങനെ അഭിനയിച്ചേ തീരൂ. ആ മോളെ, നമുക്ക് അമ്മയെ കാണാൻ പോണം. നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ആ പ്രേതത്തെ ഇവിടുന്ന് ഓടിക്കണം. നാളെ തന്നെ നമുക്ക് സ്വാമിജിയെ പോയി ഇതൊക്കെ അറിയിക്കണം. മനസ്സിലായോ? പിന്നീട് അവൾ നിന്റെ ദേഹത്ത് കയറുമ്പോ നമുക്ക് സ്വാമിജിയുടെ അടുത്ത് പോയി അവളെ നമുക്ക് തളച്ചു കളയാം. അതൊന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ സ്വരൂപം കാണിച്ചുതരാം നിനക്ക്. അല്ല, മുത്തശ്ശി പറയായിരുന്നേ എന്റെ മോളെ എങ്ങനെയുള്ള പ്രേതത്തിന്റെ കയ്യിൽ രക്ഷിക്കണമെന്ന്.